ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ദത്തെടുക്കലിനെ കുറിച്ചാണ്. നമ്മൾക്ക് ഇന്ത്യൻ നിയമപ്രകാരം ഒരു കുട്ടിയെ ദത്തെടുക്കണമെങ്കിൽ പല നിയമങ്ങളുമുണ്ട്. അതിന് കുട്ടിയെ നോക്കുവാനുള്ളതായ ആരോഗ്യമുള്ളതായ പേരൻസാണോ, അതുപോലെ തന്നെ അതിന് വേണ്ടുന്നതായ സാമ്പത്തികം കൊടുക്കുവാൻ കഴിവുള്ളവരാണോ, ഇങ്ങനെ പല നിയമങ്ങളും ഇന്ത്യ ഗവൺമെൻറ് എടുക്കാറുണ്ട്. എന്നാൽ ഇന്ത്യ ഗവൺമെൻറ് എടുക്കുന്നതായ ദത്തെടുക്കലിനെ കുറിച്ചല്ല ഞാനിവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ പിതാവ് നമ്മെ ദത്തെടുക്കുന്ന ഒരനുഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ദാസനായിരുന്നതായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ന്യായപ്രമാണ പ്രകാരം നമ്മൾ ഓരോരുത്തരും പല നിയമങ്ങളുടെയും അടിമത്വത്തിൽ ആയിരുന്നു. നമ്മൾ പാപസംബന്ധമായ കാര്യത്തിലായാലും നമ്മളുടെ ജീവിത ശൈലിയിൽ വരുന്നതായ മാറ്റങ്ങൾ കൊണ്ടായാലും വിവിധ രീതിയിൽ നമ്മൾ പലതിനും അടിമപ്പെട്ട് കഴിയുന്നതായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അതിൽ നിന്നെല്ലാം നമ്മെ വീണ്ടെടുക്കുന്നതായ ഒരു വീണ്ടെടുപ്പ് നെക്കുറിച്ച് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പാപസംബന്ധമായി നമ്മൾ ജീവിക്കുമ്പോൾ നിത്യശിക്ഷാവധിക്ക് കാരണമാകുന്നു, നിത്യനരകത്തിന് കാരണമാകുന്നു, മരണത്തിന് കാരണമാകുന്നു. അതിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെ പിതാവാം ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്തത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയില്ലാത്ത വ്യക്തികൾക്ക് ലഭിക്കുന്നതായ ഒരു അനുഭവമാണ് ദത്തെടുക്കൽ എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ ദത്തെടുത്തു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഇവിടെ നാം വായിച്ചു കേട്ടത് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ലോകം സ്ഥാപിക്കുന്നതിന് മുൻപേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നാം ലോകത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ലോകത്തിൽ കാണുന്നതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം നമ്മൾക്ക് വേണ്ടുന്നത് സകല കാര്യങ്ങളും ദൈവം ഈ ഭൂമിയിൽ ആദ്യമേ സൃഷ്ടിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ലോകസ്ഥാപനത്തിന് മുൻപേ യേശുക്രിസ്തുവിൻ്റെ മരണവും നമ്മുടെ വീണ്ടെടുപ്പും ദൈവം നിശ്ചയിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലരും പറയും യേശുക്രിസ്തു മരിച്ചു, ശത്രുക്കളാൽ പിടിക്കപ്പെട്ടു, ക്രൂശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ചു എന്ന്. എന്നാൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി ദൈവം ലോകസ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്ത അനുഭവമായിട്ട് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ ദത്തെടുക്കുവാനായിട്ട് യേശുക്രിസ്തുവിനെ ഒരുക്കി ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതിന് മുഖാന്തരമായത് യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തമാണ്. വിലയേറിയ രക്തം കൊടുത്താണ് നമ്മെ വീണ്ടെടുത്തത്. ഒരു യാഗം കഴിക്കുമ്പോൾ രക്തത്തിൻ്റെ
ആടിനെയോ കോഴിയെയോ അല്ലെങ്കിൽ മാടിനെയോ ഒക്കെ ബലി കൊടുക്കാറുണ്ടല്ലോ. യേശുക്രിസ്തു ഏകയാഗമായി എന്നേക്കുമുള്ളതായ നിത്യയാഗമായിട്ട് അവിടെ തീർന്നത് നമ്മൾക്ക് വീണ്ടും ജീവൻ നൽകുവാൻ വേണ്ടിയാണ്, നമ്മളെ ദത്തെടുക്കുവാൻ വേണ്ടിയാണ്. ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിൽ നിന്നും നമ്മെ വീണ്ടെടുത്ത് ദത്തെടുക്കുവാൻ വേണ്ടിയാണ്. ഈ ദത്തെടുക്കലിലൂടെ നമുക്ക് എന്തൊക്കെ ലഭിച്ചു? നമുക്ക് പാപക്ഷമ ലഭിച്ചു, മരണത്തിൽ നിന്ന് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു, ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതപ്രകാരം ഹിതത്താൽ അവകാശിയുമാകുന്നു. നമ്മളിവിടെ വായിച്ചു കേട്ടതായ ഭാഗം നമ്മളെ ന്യായപ്രമാണത്തിൻ്റെ കീഴിലിരുന്നതായ സ്ഥാനത്ത് നിന്ന് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ്. ഒരു വിലയ്ക്ക് വാങ്ങിയതായ ഒരു വ്യക്തിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വിലയ്ക്ക് വാങ്ങിയ വ്യക്തിക്കാണ്. അങ്ങനെയെങ്കിൽ നമ്മെ ദത്തെടുത്ത് ഭൂമിയിൽ സ്വർഗീയ പൗരന്മാരാക്കി നമ്മെ ആക്കി തീർത്തിരിക്കുകയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങളിനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ദൈവത്തിൻ്റെ ഭവനക്കാരനാക്കി നമ്മളെ തീർത്തിരിക്കുന്നതായ ആ പുത്രത്വത്തിൻ്റെ അവകാശം, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, നമുക്ക് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പറ്റുന്നതായ ഒരു സാഹചര്യം. ഏതൊരു ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനായിട്ട് പറ്റും? ഇന്നും ജീവിക്കുന്ന ദൈവം നമ്മുടെ പിതാവാണ്, നമ്മുടെ രക്ഷകനാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്കൊരു പുത്രത്വത്തിൻ്റെ അവകാശത്തെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നാം മക്കളാണെന്നുള്ള. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അതിൻ്റെ മുന്നിലുള്ള വാക്യം വായിക്കുമ്പോൾ 15-ാം അധ്യായം 15-ാം വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നമ്മൾ ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്, പുത്രത്വത്തിൻ്റെ ആത്മാവിനെ. ദാസ്യനും പുത്രനും ആര് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുത്രത്വത്തിൻ്റെ അവകാശികൾ ആകുവാനായിട്ട് തന്നെ നമ്മെ ദൈവം ആക്കിയിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. പല ഭാഗങ്ങളിലും നമ്മളുടെ അവകാശം എന്താണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ആദ്യജാതനാണ്. ആദ്യജാതൻ ആകുമ്പോൾ നമ്മളെല്ലാവരും അത് ഇളയ മക്കളായിട്ടാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടെ പറയുകയാണ്, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. ദൈവത്തിൻ്റെ അവകാശികളെന്ന് മാത്രം പറഞ്ഞാൽ പോരായിരുന്നു, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമെന്നെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം എന്താണ്? നമ്മൾക്ക് ആ കൂട്ടവകാശത്വത്തിലേക്ക് സ്വന്തം തൻ്റെ ഏകജാതനായ പുത്രൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെയും കൂടെ ആക്കിയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ കരുണ, കൃപ, ആ കൂട്ടവകാശത്തിലേക്ക് പുത്രൻ എന്തൊക്കെ ദൈവം കൊടുത്തിരിക്കുന്നുവോ, എന്തൊക്കെ അവകാശങ്ങൾ കൊടുത്തിരിക്കുന്നുവോ അതെല്ലാം ദത്തെടുത്ത നമുക്കും ദൈവം നൽകി തന്നിരിക്കുന്നു എന്ന സത്യം നാം മറന്നു പോകരുത്.
ഇവിടെ ദൈവമക്കൾ അവകാശികളാണ്, കൂട്ടവകാശികളാണ്. യേശുക്രിസ്തുവിന് ദൈവം എന്തെല്ലാം കൊടുത്തിരിക്കുന്നു, അതിൻ്റെ എല്ലാം കൂട്ടവകാശികൾ എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരുപക്ഷേ തലയായ്പാൻ ഇടമില്ലാതിരുന്നതായ അവസ്ഥകളൊക്കെ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എന്നാൽ ഒന്നിനും കുറവില്ലാത്തവനായി, എല്ലാം ഉള്ളവനായി തന്നെ, രാജാതിരാജാവായിട്ട് തന്നെ യേശു ഈ ഭൂമിയിൽ ജീവിച്ചു. നമ്മളും രാജകീയ പുരോഹിത വർഗമാക്കിയാണ് ദൈവം നമ്മളെ തീർത്തിരിക്കുന്നത്. നാം യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശത്തിലേക്ക് നാം എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മെ ദത്തെടുത്തിരിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. നമ്മളൊന്ന് നോക്കുക, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ നമ്മളെ മക്കളാക്കി, പ്രിയ മക്കളായി, ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നതായ അനുഭവം അവിടെ പറയുകയാണ്. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. ലോകം യേശുവിനെ ആരെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ലോക മനുഷ്യർ നമ്മെയും നാം ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവർ, 2-ാമത്തെ വാക്യം വായിക്കുന്നത്, പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. എത്ര സന്തോഷകരമായ അവസ്ഥ! നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നാം ഇപ്പോൾ ദൈവമക്കളാണ്. ഇനി എന്താകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. താഴോട്ട് വായിക്കുകയാണ്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. യേശുക്രിസ്തു പോയതുപോലെ വീണ്ടും വരും. ആ പ്രത്യാശയിലാണ് ക്രിസ്തീയ വിശ്വാസികളെല്ലാവരും. അപ്പം വീണ്ടും വരുമ്പോൾ പ്രത്യക്ഷനാകുമ്പോൾ എങ്ങനെയാ? നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും. യേശുക്രിസ്തുവിനോട് സദൃശന്മാരാകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? തുല്യരാകുക. ഇത് ഒരു അപ്പൻ പെറ്റ മക്കൾ എല്ലാവരും തുല്യരാകുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിനോട് തുല്യരായി ദൈവം നമ്മെയും ആക്കിയിരിക്കുന്നു. എത്ര സന്തോഷകരമായ അനുഭവമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം എന്തായിത്തീരും എന്ന് നാം അറിയുന്നില്ല. സദൃശന്മാരാകും എന്ന് പറയുന്നു എങ്കിലും എന്താകുമെന്ന് നാം അറിയുന്നില്ല എന്ന അവസ്ഥയാണ്. അവിടെ വിശ്വാസത്താൽ നാം മക്കളും പ്രിയമക്കളും ആയിത്തീർന്നിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ വിശ്വാസത്താലാണ് നാം മക്കളും പ്രിയമക്കളുമാകുന്നത്. ഒരുപക്ഷെ പലരും ചോദിക്കാം, ഈ മക്കളെന്ന അവകാശത്തിലേക്ക് ഞാൻ എങ്ങനെ എത്തിച്ചേരാൻ പറ്റുമെന്ന്. ക്രിസ്തു വിശ്വാസത്താൽ നാം മക്കളും പ്രിയമക്കളുമായി തീരുവാനായിട്ട് സാധിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ, ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാട് യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ദൈവത്തിൻ്റെ പ്രിയമക്കൾ എന്ന പോലെ നാം ദൈവത്തെ അനുകരിക്കണം. ദൈവം എന്തുവാ? സ്നേഹമാണ്. അതാണ് സ്നേഹത്തിൽ നടപ്പിൻ എന്ന് ആ വാക്യത്തിൻ്റെ അവസാനം പറയുന്നത്. താഴോട്ട് വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറയുക പോലും വരുത്, അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം എന്ന് തുടങ്ങി പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാർ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവൻ്റെ മേൽ വരുന്നത്. പ്രിയമക്കൾ എന്നതുപോലെ നാം
ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഒരുങ്ങണം. അന്ധകാരത്തിലിരുന്നതായ നമ്മെ വെളിച്ചമാക്കി തീർത്തിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ ദൈവത്തിൽ കർത്താവിൽ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് യേശുക്രിസ്തു പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദൈവം നമ്മോട് പറയുകയാണ്, നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ ക്രിസ്തുവിൽ വെളിച്ചമാകുന്നു എന്ന്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. നമ്മൾ വെളിച്ചമാണെങ്കിൽ, ഒരു സൂര്യൻ വെളിച്ചമാകുന്നത് പോലെ നമ്മൾ വെളിച്ചമാകുന്നുവെങ്കിൽ ഇരുളിലായിരിക്കുന്നതായ, അന്ധകാരത്തിലായിരിക്കുന്നതായ ജനത്തിൻ്റെ അന്ധത മാറ്റുവാൻ നമ്മിലൂടെ ദൈവം ഇടയാക്കും. ഇപ്പോഴോ കർത്താവിൽ നാം വെളിച്ചമാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലാണ് യേശു വെളിച്ചമാകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെളിച്ചത്തിൻ്റെ ഫലം എന്തുവാണെന്നുള്ളത് താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. സകല സൽഗുണവും നീതിയും സത്യവും, ഇത് മൂന്നും ഓരോന്നായിട്ട് എടുക്കുമ്പോൾ എത്രമാത്രം ചിന്തിക്കാനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സൽഗുണങ്ങൾ, നീതി, സത്യം, ഇന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ ഇല്ലാത്തതായ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ. ഇങ്ങനെയുള്ളവരാണ് വെളിച്ചത്തിൽ വസിക്കുന്നവർ, അവരാണ് വെളിച്ചമായിരിക്കുന്നത്. നാം വെളിച്ചത്തിലുള്ളവരോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്തേണ്ട ആവശ്യമാണ്. നാം ദൈവമക്കളാകുന്നുവെങ്കിൽ ഈ വെളിച്ചത്തിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതായത് സകല സൽഗുണവും നീതിയും സത്യവും. പ്രിയമക്കൾ എന്ന പോലെ അനുകരിപ്പിൻ എന്ന് പറഞ്ഞതായ ആ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ അങ്ങനെയാണ് കഴിയുന്നത്. നമ്മുടെ സ്വഭാവം, ഇതിൽ സൽഗുണമുണ്ടോ, നീതിയുണ്ടോ, അതുപോലെ തന്നെ സത്യമുണ്ടോ? ഒരു വ്യക്തിയെ ദത്തെടുക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണമെന്ന് നിയമപ്രകാരം, ഇന്ത്യ ഗവൺമെൻറ് നിയമപ്രകാരം അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം എന്തൊക്കെ ആയിരിക്കുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ. അതിൽ ഒരുപാട് കുറേ കൂടെ കാര്യങ്ങളുടെ നിയമങ്ങൾ ഒരുപാടേ ഉണ്ട്. പക്ഷെങ്കിൽ ഈ ദൈവം നമ്മെ ദത്തെടുത്തപ്പോൾ നമുക്ക് എന്തെല്ലാം തന്നു? പൂർവിക സമ്പത്തുള്ളവനാണ്. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തീർക്കുവാൻ കഴിവുള്ളതായ ആ ഒരു ദൈവം അവൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ അവൻ്റെ ആ ഒരു മക്കളും അവകാശികളുമായി, പ്രിയമക്കളുമായി തീർന്നിരിക്കുമ്പോൾ നമ്മുടെ സകല കാര്യങ്ങളും നോക്കുവാൻ, നമ്മെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നോക്കുവാൻ ദൈവം മതിയായവനാണ്. ദൈവം അങ്ങനെ തന്നെ ചെയ്യുന്നു. അതുമാത്രമോ, ഈ ഭൂമിയിലെ ദത്തെടുക്കലിൽ അവരുടെ മരണം വരെ ആയിരിക്കാം അവരെ നോക്കുന്നത്. എന്നാൽ നമ്മുടെ സ്വർഗീയ പിതാവ്, അബ്ബാ പിതാവേ എന്ന് വിളിപ്പാൻ നമുക്ക് ഒരു പുത്രത്വത്തിൻ്റെ അവകാശത്തെ തന്നിരിക്കുന്നതായ സ്വർഗീയ പിതാവ് മരണം വരെയല്ല, മരണം കഴിഞ്ഞിട്ടും ഒരു നിത്യജീവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ആ നിത്യജീവൻ പാപമോചനത്തിൽ നിന്ന്, സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന്, സകല ദുഷ്ട പ്രവൃത്തികളിൽ നിന്നും നമ്മെ സംരക്ഷിച്ച് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുവാൻ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി ദത്തെടുത്ത് മക്കളും അവകാശികളുമാക്കി തീർത്തിരിക്കുന്നു. രാജകീയ പുരോഹിത വർഗമാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെ തീരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. നമ്മളെ നിത്യജീവന അവകാശിയാക്കി തീർക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ, ഒരുക്കട്ടെ. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.